we can discuss about pharmacology of diuretics, which is an important topic from pharmacology of drugs acting on urinary system. അപ്പോൾ ഇതിൽ നമ്മൾ ഡയൂററ്റിക്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ക്ലാസിഫിക്കേഷൻ, മെക്കാനിസം ഓഫ് ആക്ഷൻ, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആൻഡ് യൂസസ് ഓഫ് ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് ഡയൂററ്റിക്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുക. സോ കമ്മിങ് ടു ദ ഡെഫിനിഷൻ ഓഫ് ഡയൂററ്റിക്സ്. Diuretics are the drugs that will promote the excretion of urine. Excretion of urine എന്ന് പറയുന്ന സമയത്ത് അതിൽ സാധാരണഗതിയിൽ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്ന സാധനങ്ങളാണ് സോഡിയം, ക്ലോറിൻ, ബൈകാർബണേറ്റ് ആൻഡ് വാട്ടർ. ഇത്രയും സാധനമാണ് നോർമൽ ആയിട്ടുള്ള യൂറിനിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ബൈ യൂസിങ് ദ ഡയൂററ്റിക്സ് the net result will be there will be an increasing urine flow, there may be a change in urine pH, change in ionic composition of urine as well as the blood. Now along with the diuretic there is another term, natriuretics. So these are the drugs that will promote the renal excretion of sodium. ഇപ്പോൾ നമ്മൾ എക്സ്ക്രീഷൻ പഠിച്ച സമയത്ത് റീനൽ സിസ്റ്റത്തിലൂടെ നടക്കുന്ന എക്സ്ക്രീഷനാണ് യൂറിൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ആ യൂറിൻ ഫോർമേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഡ്രഗ്സുകളെയാണ് നമ്മൾ ഡയൂററ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഡയൂററ്റിക്സ് എന്താണ് എന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ യൂറിൻ ഫോർമേഷനിൽ നടക്കുന്ന കോമൺ അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്താണെന്ന് മനസ്സിലാവണം. നമ്മളെ ബോഡിയിൽ നമുക്ക് വൺ പെയർ ഓഫ് കിഡ്നി, 2 കിഡ്നി ഉണ്ട്. ആ കിഡ്നി യൂറിറ്റർ വഴി യൂറിനറി ബ്ലാഡറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് യൂറിത്ര വഴി നമ്മളെ യൂറിനറി കനാൽ വഴി അത് യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യും. ഇതാണ് നോർമൽ ആയിട്ടുള്ള അനാട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ കിഡ്നിയുടെ അകത്തോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ആ കിഡ്നിയിൽ റീനൽ പെൽവിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടുണ്ട്, റീനൽ മെഡുല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടുണ്ട്, റീനൽ കോർട്ടക്സ് എന്ന് പറഞ്ഞ പാർട്ടുണ്ട്. ഇനി ഈ പെൽവിസ് എല്ലാതും കൂടി കമ്പൈൻ ചെയ്യുന്ന സാധനത്തിന് നമ്മൾ കാലിക്സ് എന്ന് പറയും. ഓക്കെ, 2 മെഡുല്ല എല്ലാം കമ്പൈൻ ചെയ്തിട്ട് വരുന്ന പാർട്ടിനെ നമ്മൾ കാലിക്സ് എന്ന് പറയും. ഇനി ഇതിലോട്ട് റീനൽ ആർട്ടറി, റീനൽ വെയിൻസുകളൊക്കെ വരുന്നുണ്ട്. ബ്ലഡിലുള്ള സംഗതികളാണ് നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് എക്സ്ക്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ട ബ്ലഡ് സപ്ലൈ വരുന്നുണ്ട്. അത് ഇതിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് വരുന്ന ഇവിടെ നിന്ന് ഫിൽട്രേഷനും എക്സ്ക്രീഷനൊക്കെ നടന്നത് യൂറിറ്റർ വഴി യൂറിനറി ബ്ലാഡറിലോട്ടാണ് പോവുക. ഇനി നമ്മൾ വീണ്ടും അതിൻ്റെ അകത്തോട്ട് പോകണം. യൂറിനറി സിസ്റ്റത്തിലെ കിഡ്നിയുടെ അകത്ത് ഉള്ള ബേസിക് സെൽസിനെയാണ് നമ്മൾ നെഫ്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെഫ്രോൺസ് ഉള്ളത് ഈ റീനൽ സിസ്റ്റത്തിൽ കിഡ്നിയുടെ അകത്ത് വരുന്ന സമയത്ത് നമ്മൾ മെഡുല്ല, അതിൻ്റെ കോർട്ടക്സ്, ഈ ഭാഗത്താണ് ഈ പറയുന്ന റീനൽ പിരമിഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് നെഫ്രോൺസുകൾ ഉള്ളത്. അപ്പോൾ നെഫ്രോൺസിൻ്റെ പകുതി കോർട്ടക്സിലും പകുതി മെഡുല്ലയിലുമായിട്ടുള്ള രീതിയിലാണ് നെഫ്രോൺസുകൾ നിൽക്കുന്നത്. പിന്നെ നെഫ്രോണിൻ്റെ സ്ട്രക്ചറിലോട്ട് വരികയാണ്, കാരണം ഡയൂററ്റിക്സുകൾ ആക്ട് ചെയ്യുന്നത് നെഫ്രോണിൻ്റെ അകത്തുള്ള ട്രാൻസ്പോർട്ടേഴ്സിലാണ്. ഓക്കെ, അപ്പോൾ അതിനൊരു ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന സംഗതിയുണ്ട്. അവിടെയാണ് ഈ ഫറൻ്റ് ആർട്ടീരിയോൾസുകൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് ഈ ആർട്ടീരിയോൾസ് നിന്നാണ് ഇതിൻ്റെ അകത്തോട്ട് നെഫ്രോണിൻ്റെ ട്യൂബിൻ്റെ അകത്തോട്ട് ഫിൽട്രേഷനും കാര്യങ്ങളും നടത്തി ഫിൽട്രേഷൻ നടക്കുന്നത്. ഓക്കെ, ആ നെഫ്രോണിൻ്റെ അകത്ത് ബൊമോൻസ് ക്യാപ്സ്യൂളിൻ്റെ അകത്തുനിന്ന് തുടങ്ങുന്ന ആ ട്യൂബ്, അതിൻ്റെ ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോക്സിമൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. അത് പിന്നെ താഴോട്ട് വരുന്ന സമയത്ത് അതിനെ ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയും. ആ ലൂപ്പ് ഓഫ് ഹെൻലിക്ക് 2 പാർട്ടുകളുണ്ട്. ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി ഉണ്ട്, അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി ഉണ്ട്. അതിൻ്റെ അവസാന ഭാഗത്തുള്ള അതിൻ്റെ ട്യൂബിനെ പറയുന്ന പേരാണ് ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. ഇനി ഈ ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾ, ഒരു നെഫ്രോണിൻ്റെ ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾ കോമൺ ആയിട്ടുള്ള കളക്റ്റിംഗ് ഡക്റ്റിലോട്ടാണ് പോകുന്നത്. ഇങ്ങനെ ഒരുപാട് നെഫ്രോൺസുകൾ ഇവിടെ ഉണ്ട്. അതിൽ ഒരു നെഫ്രോണിൻ്റെ കളക്റ്റിംഗ് കൺവലേറ്റഡ് ട്യൂബ്യൂൾ വന്ന് ജോയിൻ ചെയ്തത് കളക്റ്റിംഗ് ഡക്റ്റിലോട്ടാണ്. ഈ കളക്റ്റിംഗ് ഡക്റ്റിലോട്ട് ഇതുപോലെ കുറേയധികം നെഫ്രോൺസിൻ്റെ കൺവലേറ്റഡ് ട്യൂബ്യൂൾസുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക് അനാട്ടമി എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പകുതി ഭാഗം കോർട്ടക്സിലും പകുതി ഭാഗം മെഡുല്ലയിലുമാണ് ഉള്ളത്. ഇതിൽ ബൊമാൻസ് ക്യാപ്സ്യൂള്, അതുപോലെ തന്നെ ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾസുകൾ, പ്രോക്സിമൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾസുകളെല്ലാം വരുന്നത് അപ്പർ പാർട്ടിൽ, അതായത് കോർട്ടക്സിലാണ്. ഓക്കെ, കോർട്ടക്സ് എന്ന് പറയുന്ന ഈ ഭാഗത്താണ് സംഗതി വരുന്നത്. ഓക്കെ, ഇനി മെഡുല്ലയിലുള്ള സംഗതിയാണ് ഈ ലൂപ്പ് ഓഫ് ഹെൻലി വരുന്നത്. ഓക്കെ, ഇതും നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഒരു കിഡ്നിയിൽ ഏകദേശം ഇതുപോലെ 1.3 മില്യൺ നെഫ്രോൺസുകൾ ഉണ്ട്, ഒറ്റ കിഡ്നിയിൽ മാത്രം. ഓക്കെ, ഒറ്റ കിഡ്നിയിൽ മാത്രം 1.3 മില്യൺ നെഫ്രോൺസുകൾ ഉണ്ട്. അപ്പോൾ ഈ കോമൺ ആയിട്ടുള്ള കളക്റ്റിംഗ് ഡക്റ്റിലോട്ട് ഇതുപോലെയുള്ള കുറേ അധികം നെഫ്രോൺസ് നിന്ന് അതിൻ്റെ കൺവലേറ്റഡ് ട്യൂബ്യൂൾ
ഡിസ്റ്റൽ ട്യൂബ്യൂൾസുകൾ വന്ന് ജോയിൻ ചെയ്തിട്ട് കളക്റ്റിംഗ് ഡക്റ്റ് കോമൺ ആയിട്ട് വന്ന് അത് യൂറിറ്ററിലോട്ടാണ് പോകുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അനാട്ടമി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേണ്ട കുറേ സംഗതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോക്സിമൽ ട്യൂബ്യൂൾ എന്ന് പറയുന്ന സൈറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഡിസ്റ്റൽ ട്യൂബ്യൂൾ എന്ന് പറയുന്ന സൈറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുന്ന സൈറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഫിസിയോളജിയിലോട്ട് വരികയാണ്. റീനൽ എക്സ്ക്രീഷൻ്റെ ഫിസിയോളജി. ഇറ്റ് ഇൻക്ലൂഡ് 3 സ്റ്റെപ്പ്: ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ. 3 ഓർഡറിൽ നടക്കുന്ന സ്റ്റെപ്പാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ആ ഗ്ലോമറുലസ് എന്ന് പറയുന്ന പാർട്ടിൽ നടക്കുന്ന ഫിൽട്രേഷൻ പ്രോസസ്സിനെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്ക് നമ്മളെ ബ്ലഡിലെ 25% കാർഡിയാക് ഔട്ട്പുട്ടും എത്തുന്ന സ്ഥലമാണ് ഈ ഗ്ലോമറുലസ് എന്ന് പറയുന്ന സ്ഥലം. അതായത് ടോട്ടൽ നെഫ്രോണിൻ കമ്പയർ ചെയ്യുന്ന സമയത്താണ് പറയുന്നത്, ഒരു നെഫ്രോൺ അല്ല, ടോട്ടൽ കിഡ്നിയിലോട്ട് ഈസ് 25% ഓഫ് കാർഡിയാക് ഔട്ട്പുട്ട് വിൽ ബി റിസീവ്ഡ്. And filtration rate is 100 to 120 milliliter per minute in glomerular filtration, and it will filter almost 180 liters. It will filter 180 liter of the glomerular filtrate. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിൽട്രേഷൻ നടക്കുന്നത് 180 ലിറ്റർ ആണ് ഒരു ദിവസം നടക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഫിൽട്ടർ ചെയ്യുക, എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുക? ഫിൽട്രേഷൻ വിൽ ബി ത്രൂ ദ glomerular capillary which have pore larger than the usual, and all the non-protein bounded drugs, whether it is lipid soluble or lipid insoluble, will be presented, and depending upon its plasma protein binding and renal blood flow. Okay, ഇതാണ് നോർമൽ ആയിട്ട് ഗ്ലോമറുലാർ ഫിൽട്രേഷനിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ബോഡിയിലോട്ട് വരുന്ന ബ്ലഡിൻ്റെ 25% എത്തുന്നുണ്ട്. അതിൽ നിന്ന് 1 മിനിറ്റിൽ 100 to 120 ml ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. ടോട്ടലായിട്ട് 180 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട് ഒരു ദിവസം. പാർട്ടിക്കിൾ സൈസിനനുസരിച്ച് മാത്രമാണ് അവിടെ ഫിൽട്രേഷൻ നടക്കുന്നത്. അത് ലൈപ്പിഡ് സോളിബിളോ ലൈപ്പിഡ് ഇൻസോളിബിളോ ആയിട്ടുള്ള ഡ്രഗ്സുകളൊക്കെ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫിൽട്രേഷൻ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? ഈ ട്യൂബിലൂടെ ഇങ്ങനെ പോയി വന്ന് പ്രോക്സിമൽ ട്യൂബ്യൂൾ പോകണം, ലൂപ്പ് ഓഫ് ഹെൻലി പോകണം, ഡിസ്റ്റൽ ട്യൂബ്യൂളിലൂടെ പോകണം, കളക്റ്റിംഗ് ഡക്റ്റിലോട്ട് പോയി, യൂറിറ്ററിലൂടെ പോയി, യൂറിനറി ട്രാക്റ്റിലൂടെ അത് എക്സ്ക്രീറ്റ് ചെയ്യണം. അതാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, അല്ലേ, റീനൽ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡ് സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽട്ടർ ചെയ്തിട്ടുള്ള 180 ലിറ്റേഴ്സിൻ്റെ 99% ബോഡിയിലോട്ട് തന്നെ റീഅബ്സോർപ്ഷൻ നടക്കും. Okay, that is known as tubular reabsorption. Reabsorption of 99% of the glomerular filtrate will be occur in tubular reabsorption state. അതിൽ 180 ലിറ്റർ ഫിൽട്ടർ ചെയ്തതിൽ 1.5 ലിറ്റർ മാത്രമാണ് യൂറിൻ ഫോം ചെയ്യുന്നത്. ബാക്കി മൊത്തം ബോഡിയിലോട്ട് തന്നെ തിരിച്ചെടുക്കുകയാണ്. ഓക്കെ, ആൻഡ് ഈ പ്രോസസ്സ് നടക്കുന്നത് പാസീവ് ഡിഫ്യൂഷൻ വഴിയാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ ലൈപ്പിഡ് സോളിബിലിറ്റി ആൻഡ് അയണൈസേഷൻ ഓഫ് ദി ഡ്രഗ്സ്. ഓൺലി lipid soluble drugs and weakly unionized drug will be passively reabsorbed. ബോഡിയിലോട്ട് തിരിച്ചെടുക്കുന്ന സാധനങ്ങൾ ആരൊക്കെയാണ്? ലൈപ്പിഡ് സോളിബിൾ ഡ്രഗ്സുകളും വീക്ക്ലി അൺഅയണൈസ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സുകളും. എപ്പോഴാണ് റീഅബ്സോർപ്ഷൻ നടക്കുക? അത് pH ബേസ് ചെയ്തിട്ടാണ്. അത് നമ്മൾ പാസീവ് ഡിഫ്യൂഷൻ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാസീവ് ഡിഫ്യൂഷൻ നടക്കുക ലൈപ്പിഡ് സോളിബിൾ ഡ്രഗ്സുകൾ മാത്രമാണ്. അല്ല എങ്കിൽ വീക്ക്ലി അയോണിക് ആയിട്ടുള്ള ഡ്രഗ്സുകൾ അതാത് pHൽ എപ്പോഴാണോ അത് അൺഅയണൈസ്ഡ് ഫോമിൽ നിൽക്കുന്നത് അപ്പോൾ മാത്രമായിരിക്കും അത് റീഅബ്സോർപ്ഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ടത് വീക്ക്ലി ബേസിക് ഡ്രഗ്സുകൾ റീഅബ്സോർപ്ഷൻ നടക്കുക അതിൻ്റെ ബേസിക് pHലാണ്. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീക്ക്ലി ബേസിക് ഡ്രഗ്സുകൾ നമ്മളെ ബോഡിയിലോട്ട് തന്നെ റീഅബ്സോർപ്ഷൻ നടക്കുക പാസീവ് ഡിഫ്യൂഷനിലൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് pHലാണ്. ഓക്കെ, അപ്പോൾ യൂറിൻ്റെ pH ബേസിക് ആവുന്ന സമയത്ത് മാത്രമാണ് അത് റീഅബ്സോർപ്ഷൻ നടക്കുള്ളൂ. അല്ല എങ്കിൽ അത് കുറച്ച് റീഅബ്സോർപ്ഷനേ നടക്കുള്ളൂ, അത് കൂടുതലായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വീക്ക്ലി അസിഡിക് ഡ്രഗിൻ്റെ കേസിൽ. വീക്ക്ലി അസിഡിക് ഡ്രഗ് റീഅബ്സോർപ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അസിഡിക് pH വേണം. നേരെ ഓപ്പോസിറ്റ് ആണ്, ആൽക്കലൈൻ pH ആണെങ്കിൽ ലെസ് റീഅബ്സോർപ്ഷൻ ആണ് നടക്കുക.
വീക്കിലി അസിഡിക് ഡ്രഗ്സ് ആൽക്കലൈൻ യൂറിനിൽ കൂടുതൽ എക്സ്ക്രീഷനാണ് നടക്കുക. പാസീവ് ഡിഫ്യൂഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ലൈപ്പിഡ് സോളിബിൾ ആയിട്ടുള്ള ഡ്രഗ്സുകൾ ഈസി ആയിട്ട് നടക്കും. അതിൽ സംശയമൊന്നുമില്ല. ലൈപ്പിഡ് സോളിബിൾ ആയിട്ടുള്ള ഡ്രഗ് ഹയർ കോൺസെൻട്രേഷനിൽ ലോവർ കോൺസെൻട്രേഷനിലോട്ട് അത് റീഅബ്സോർപ്ഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ഈ ട്യൂബിൽ നിന്ന് തിരിച്ച് നമ്മളെ മെഡുല അല്ലെങ്കിൽ കോർട്ടക്സിലോട്ടാണ് റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി ലൈപ്പിഡ് സോളിബിൾ ഡ്രഗ് അല്ല, വീക്കിലി അയോണിക് ഡ്രഗ് ആണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള അയോണിക് ഡ്രഗ്സുകൾ വരാം. വീക്കിലി ബേസിക് ഡ്രഗുകൾ വരാം, വീക്കിലി അസിഡിക് ഡ്രഗ്സുകൾ വരാം. വീക്കിലി ബേസിക് ഡ്രഗുകൾ റീഅബ്സോർപ്ഷൻ നടക്കണം എങ്കിൽ, അല്ലെങ്കിൽ പാസീവ് ഡിഫ്യൂഷൻ നടക്കണം എങ്കിൽ, അത് അയണൈസ്ഡ് ഫോമിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ബേസിക് pH വേണം. വീക്കിലി ബേസിക് ആയിട്ടുള്ള ഡ്രഗ്സുകൾ അൺഅയണൈസ്ഡ് ഫോമിൽ നിൽക്കുമ്പോൾ മാത്രമേ പാസീവ് ഡിഫ്യൂഷൻ നടക്കുകയുള്ളൂ. വീക്കിലി ബേസിക് ഡ്രഗുകൾ അൺഅയണൈസ്ഡ് ഫോമിൽ നിൽക്കണമെങ്കിൽ അതിന് ബേസിക് pH വേണം. യൂറിൻ്റെ pH ബേസിക് ആവണം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണെങ്കിൽ അവിടെ റീഅബ്സോർപ്ഷൻ, പാസീവ് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കുറയും. റീഅബ്സോർപ്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ട്യൂബിൻ്റെ അകത്തൂടെ നേരെ കളക്റ്റിംഗ് ഡക്റ്റിലോട്ട് പോകും. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ആണ് അസിഡിക് ഡ്രഗിൻ്റെ കേസിൽ. അസിഡിക് ഡ്രഗ് അൺഅയണൈസ്ഡ് ഫോമിൽ നിൽക്കുമ്പോൾ മാത്രമാണ് അത് പാസീവ് ഡിഫ്യൂഷൻ നടക്കുള്ളൂ, റീഅബ്സോർപ്ഷൻ നടക്കുള്ളൂ. അസിഡിക് ഡ്രഗ് അൺഅയണൈസ്ഡ് ഫോമിൽ നിൽക്കുക യൂറിൻ അസിഡിക് pH ഉണ്ടാകുമ്പോഴാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ആണെങ്കിൽ അവിടെ റീഅബ്സോർപ്ഷൻ നടക്കൂല, എക്സ്ക്രീഷൻ കൂടും. ബേസിക് ഡ്രഗ്സ് വിൽ ബി അയണൈസ്ഡ് മോർ ഇൻ acidic urine and less reabsorbed in acidic urine. Weakly basic ion will be more ionized in alkaline urine and less absorbed in alkaline urine. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നടക്കാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്യൂബുലാർ സെക്രീഷൻ. 150 ലിറ്റർ ഫിൽട്ടർ ചെയ്തു, അതിൻ്റെ 99% ബോഡിയിലോട്ട് തന്നെ തിരിച്ചെടുത്തു, റീഅബ്സോർപ്ഷൻ നടന്നു. ഇനി നമ്മളെ ബോഡിയിൽ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ നമ്മൾ ഈ ട്യൂബിലോട്ട് സെക്രീറ്റ് ചെയ്യിക്കും ബൈ ആക്റ്റീവ് ട്രാൻസ്ഫർ വിത്ത് ഹെൽപ്പ് ഓഫ് എനർജി. അതാണ് ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയുന്നത്. This is an active process of organic acid and base by two separate classes of relatively non-specific transporter which will operate in proximal tubule. Proximal tubuleലാണ് tubular secretion നടക്കുക. Proximal tubuleലാണ് tubular secretion നടക്കുക. ഓക്കെ, ഇവിടെ തന്നെയാണ് ഈ tubular secretion, അമോണിയം, ക്രിയാറ്റിൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളുടെ സെക്രീഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ ഇനി ടോട്ടൽ റീനൽ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതാണ്. നമ്മളെ ബോഡിയിൽ ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ നടന്നതും ട്യൂബുലാർ സെക്രീഷനുകളും കൂട്ടി കിട്ടുന്ന ml എത്രയാണോ അതിൽ നിന്ന് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ കുറച്ച എമൗണ്ട് എത്രയാണ്, അത്ര സാധനം മാത്രമേ നമ്മുടെ ബോഡിയിൽ നിന്ന് റീനൽ എക്സ്ക്രീഷൻ നടക്കുകയുള്ളൂ. ആദ്യം ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ ഫിൽട്ടർ ചെയ്തു ഇതിനുള്ളിലൂടെ ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അത് 150 ml ഉണ്ടായിരുന്നു. ആ 150 ml 99% റീഅബ്സോർബ് ചെയ്തു. ഏകദേശം 1.5 ലിറ്റർ ബാക്കിയുണ്ട്. അതിലോട്ട് ഇനി കുറച്ച് എമൗണ്ട് എക്സ്ക്രീറ്റ് ചെയ്തു. ആ എമൗണ്ടും കൂടി കൂട്ടിയാൽ മാത്രമാണ് നമ്മളെ ടോട്ടൽ എക്സ്ക്രീഷൻ എന്ന് പറയുന്ന സംഗതി കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമൽ ആയിട്ടുള്ള റീനൽ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ഇതാണ് നോർമൽ ആയിട്ടുള്ള ഡിഫറെൻ്റ് അയോൺസിൻ്റെ ട്രാൻസ്പോർട്ടുകൾ നടക്കുന്ന സ്ഥലങ്ങൾ. ഗ്ലോമെറുലാർ ഫിൽട്രേഴ്സിൻ്റെ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ വാട്ടർ അയോൺസുകൾ, സ്മാൾ മോളിക്യൂൾസുകളൊക്കെ അവിടെ ഫിൽട്ടർ ചെയ്യും. ദെൻ പ്രോക്സിമൽ ട്യൂബ്യൂൾസിൻ്റെ സമയത്ത് അവിടെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് സോഡിയം, ക്ലോറൈഡ്, പൊട്ടാസ്യം, വാട്ടർ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ബൈകാർബണേറ്റ്, കാൽസ്യം ആൻഡ് ഫോസ്ഫേറ്റ്, ഇത്രയും സാധനങ്ങൾ ബോഡിയിലോട്ട് തന്നെ റീഅബ്സോർബ് ചെയ്യും. അമോണിയം, ക്രിയാറ്റിൻ പോലെയുള്ള സാധനങ്ങൾ പ്രോക്സിമൽ ട്യൂബ്യൂളിൽ ഇത് ഇങ്ങോട്ട് സെക്രീറ്റ് ചെയ്യും. ഇതിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടി, എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടി അമോണിയം, ക്രിയാറ്റിനൊക്കെ ഇവിടുന്ന് ഇതിലോട്ട് സെക്രീറ്റ് ചെയ്യും. ഇനി ലൂപ്പ് ഓഫ് ഹെൻലിയിലോട്ട് വരുന്ന സമയത്ത് അവിടെ നിന്നാണ് കൂടുതൽ വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നത്. ഇനി അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലിയിലോട്ട് വരുന്ന സമയത്ത് അവിടെ നിന്നാണ് കൂടുതൽ സോഡിയം ആൻഡ് ക്ലോറൈഡ് റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. ഇനി ലൂപ്പ് ഓഫ് ഹെൻലി, തിക്ക് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ വരുന്ന സമയത്താണ് അമോണിയം, സോഡിയം ക്ലോറൈഡും റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. ഇനി ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബിലോട്ട് വരുന്ന സമയത്താണ് സോഡിയം ക്ലോറൈഡ് വീണ്ടും റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. കളക്റ്റിംഗ് ഡക്റ്റിൽ വീണ്ടും റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് ക്ലോറൈഡ് നടക്കുന്നുണ്ട്. സെക്രീഷൻ ഓഫ് അമോണിയം ആൻഡ് ഹൈഡ്രജൻ ആൻഡ് പൊട്ടാസ്യം അയോൺസുകൾ നടക്കുന്നുണ്ട്. ഓക്കെ,
In short, urine formation will start from glomerular filtration. Normally 180 liter of the fluid will be filtered every day. 99% of the glomerular filtration will be reabsorbed. About 1.5 liter of the urine will be produced in normal physiology. Now, what is the use of diuretics? Diuretics will act primarily by inhibiting the tubular reabsorption. Reabsorption എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് ഡയൂററ്റിക്കുകൾ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മളെ ബോഡിയിലോട്ട് റീഅബ്സോർബ് ചെയ്യുന്ന കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് കൂടും. 1% ഡിക്രീസ് ഉണ്ടാക്കിയാൽ ട്യൂബുലാർ റീഅബ്സോർപ്ഷന് 99% ഡിക്രീസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞില്ലേ? അതായത് 180 ml നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് 99% നമ്മളെ ബോഡിയിലോട്ട് റീഅബ്സോർബ് ചെയ്തു. 1% മാത്രമാണ് അവിടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് 1% റീഅബ്സോർപ്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്രീറ്റ് ചെയ്യുന്ന യൂറിൻ്റെ എമൗണ്ട് ഡബിൾ ആവുകയാണ്. 1 ഉള്ളത് 2% ആണ്. ഡയൂററ്റിക്സ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ട്യൂബുലാർ റീഅബ്സോർപ്ഷനെ കുറക്കും. ആ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ 1% കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ യൂറിൻ ഫോർമേഷൻ സാധാരണ ഉണ്ടാവുന്നതിൻ്റെ ഡബിൾ എമൗണ്ടിലാണ് യൂറിൻ ഫോർമേഷൻ, യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടാവുക. ഓക്കെ, ദിസ് ഈസ് ദ നോർമൽ ഫിസിയോളജി. ആൻഡ് ഇനി ഈ ഡയൂററ്റിക്സ് ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു ഇൻഹിബിറ്റ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു. എവിടെയൊക്കെയാണ് ഡയൂററ്റിക്സുകൾ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് പ്രോക്സിമൽ ട്യൂബ്യൂളാണ്. പ്രോക്സിമൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് പ്രോക്സിമൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ഈ പ്രോക്സിമൽ ട്യൂബ്യൂളിൽ കുറേ അധികം ട്രാൻസ്പോർട്ടേഴ്സുകളുണ്ട്. ഈ ട്രാൻസ്പോർട്ടേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡയൂററ്റിക്സ് ചെയ്യാൻ പോകുന്ന കാര്യം. ഈ ട്യൂബിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് വരിക എന്ന് പറയുന്നതാണ് റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. ട്യൂബിൻ്റെ അകത്തോട്ട് പോവുക എന്നുള്ളതാണ് സെക്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫിൽട്ടർ ചെയ്തതിന് പുറത്തോട്ട് വരുന്നതിനാണ് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഫിൽട്ടർ അല്ലെങ്കിൽ ഈ ബോഡിയിലുള്ള മെഡുൽ അല്ലെങ്കിൽ കോർട്ടക്സിലുള്ള സംഗതികൾ ട്യൂബിലോട്ട് സെക്രീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെക്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൈറ്റ് 1 കുറേ ട്രാൻസ്പോർട്ടേഴ്സുകളുണ്ട്. ആ ട്രാൻസ്പോർട്ടേഴ്സുകൾ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത്തെ സൈറ്റ് അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി. ഇവിടെയാണ് നമ്മളെ രണ്ടാമത്തെ സൈറ്റ് എന്ന് പറയുന്നത്. അവിടെയുള്ള ട്രാൻസ്പോർട്ടറാണ് Na+K+2Cl- കോ ട്രാൻസ്പോർട്ടർ. ഓക്കെ, Na+K+2Cl-. അപ്പോൾ എന്തിനാണ് നമ്മളെ ബോഡിയിൽ നിന്ന് ഈ ട്യൂബിൽ നിന്ന് എന്നെയും Cl-നെയും K-നെയും റീഅബ്സോർബ് ചെയ്യാനുള്ളൊരു ട്രാൻസ്പോർട്ടറാണ്. അപ്പോൾ ഇവിടെ ഒരു ഡ്രഗ് നമ്മൾ കൊടുക്കുകയാണ്, ഈ ട്രാൻസ്പോർട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റീഅബ്സോർപ്ഷൻ ഉണ്ടാവില്ല, അത് നേരെ ഇതുവഴി എക്സ്ക്രീഷൻ പോകും. ഓക്കെ, ഇനി മൂന്നാമത്തെ സൈറ്റ് എന്ന് പറയുന്നത് കോർട്ടിക്കൽ ഡയലൂട്ടിംഗ് സെഗ്മെന്റ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയും. അതായത് ഇവിടെ തന്നെയാണ് സൈറ്റ് 3 എന്ന് പറയുന്നത്. Na+Cl- സിംബോട്ടാണ്. ഓക്കെ, അവിടെയുള്ള ട്രാൻസ്പോർട്ടർ എന്ന് പറയുന്നത്. 4 എന്ന് പറയുന്നത് ഡിസ്റ്റൽ ട്യൂബുൾ ആൻഡ് കളക്ടിംഗ് ഡക്റ്റിൽ വരുന്നതാണ്. Na+H+ ആൻറ്റിപോർട്ടും Na+K+ ആൻറ്റിപോർട്ടുമാണ് അവിടെയുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻ്റ് റീഅബ്സോർപ്ഷൻ സൈറ്റുകൾ. ഈ റീഅബ്സോർപ്ഷൻ സൈറ്റിലുള്ള ട്രാൻസ്പോർട്ടേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഡ്രഗ്സുകൾ ചെയ്യാൻ പോകുന്ന സംഗതി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ഹൈ സീലിംഗ്, മീഡിയം എഫിക്കസി ആൻഡ് വീക്ക് അഡ്ജുവൻറ്റീവ് ഡയൂററ്റിക്സ്. ഇനി ഹൈ എഫിക്കസി ഡയൂററ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ലൂപ്പ് ഡയൂററ്റിക്സ്. അതെവിടെയാണുള്ളത്? സൈറ്റ് 2-ലാണുള്ളത്. അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലിയിലാണുള്ളത്. അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ബൈ ഇൻഹിബിറ്റിംഗ് Na+K+2Cl-. Na+K+2Cl- എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടിന് സൈറ്റ് 2-ൽ ആക്ട് ചെയ്യുന്ന ഡ്രഗാണ് ഹൈ എഫിക്കസി ലൂപ്പ് ഡയൂററ്റിക്സ്. ഏതൊക്കെയാണ് എക്സാമ്പിൾ? ഫുറോസമൈഡ്, ബുമെറ്റനൈഡ് ആൻഡ് ടൊറാസമൈഡ്. Now coming to the second class, that is medium efficacy diuretics. Site is site 3, cortical diluting segment-ലാണുള്ളത്. They will inhibit Na+Cl- symbiote. ഇവിടെ ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾസിലാണ് ഈ Na+Cl- symbiote ഉള്ളത്. ഓക്കെ, ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ സൈറ്റ് 3-ലുള്ള Na+Cl- symbiote-ലാണ് ഈ ഒരു സൈറ്റ് ഉള്ളത്. സൈറ്റ് 3-ലാണ് മീഡിയം എഫിക്കസി ഡയൂററ്റിക്സുകൾ ആക്ട് ചെയ്യുക. ഇനി മീഡിയം എഫിക്കസി ഡയൂററ്റിക്സിനെ വേറൊരു പേരും കൂടി വിളിക്കാറുണ്ട്, തയസൈഡ് ആൻഡ് തയസൈഡ് റിലേറ്റഡ് ഡയൂററ്റിക്സ് എന്ന് പറഞ്ഞ പേരും കൂടി വിളിക്കാറുണ്ട്. ആ എക്സാമ്പിൾ ഇൻക്ലൂഡ് ഹൈഡ്രോക്ലോറോതയസൈഡ്, ബെൻസ് തയസൈഡ്, ഹൈഡ്രോഫ്ലൂമെത്തിസൈഡ്, ബെൻഡ്രോഫ്ലൂമെത്തിസൈഡ് ആൻഡ് തയസൈഡ് ലൈക്ക് അല്ലെങ്കിൽ റിലേറ്റഡ് ഹെട്രോസൈക്ലിക് ആയിട്ടുള്ള ഡ്രഗ്സുകൾ ക്ലോർതാലിഡോൺ, മെറ്റോലാസോൺ, സിപ്പമൈഡ്, ഇൻഡാപ്പമൈഡ് ആൻഡ് ക്ലോപ്പമൈഡ്. ദീസ് ആർ ദ
medium efficacy diuretic. Now coming to the weak or adjuvant diuretics, it is again classified into carbonic anhydrase inhibitor. Its site of action is site 1 at proximal tubule. Example is acetazolamide. ഇവിടെയാണ് proximal convoluted tubules weak diuretic ആയിട്ടുള്ള carbonic anhydrase inhibitor act ചെയ്യുന്നത്. Now potassium sparing diuretics, that is in site 4 distal convoluted tubule and collecting duct. ഇവിടെയാണ് cortical collecting ductilആണ് aldosterone antagonists like spironolactones and sodium channel blockers like triamterene and amilorides will act. Site 4 distal convoluted and collecting duct. Now finally osmotic diuretic like mannitol, isosorbate and glycerol. So these are the classification of diuretics. Short ആയിട്ട് നമുക്ക് പറയാം proximal site 1ൽ ആക്ട് ചെയ്യുന്നത് കാർബോണിക് anhydrase ഇൻഹിബിറ്റേഴ്സുകളാണ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് ഡയൂററ്റിക്സുകളാണ്. ഇവിടെ ഓസ്മോട്ടിക് ഡയൂററ്റിക് ആക്ട് ചെയ്യുന്ന വേറൊരു സൈറ്റാണ് തിൻ ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി. ദെൻ thick ascending loop of Henle site 2ൽ ആക്ട് ചെയ്യുന്നതാണ് ലൂപ്പ് ഡയൂററ്റിക് ബൈ ഇൻഹിബിറ്റിംഗ് Na+K+Cl- co-transport. ഇനി സൈറ്റ് 3 ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾസിൽ ആക്ട് ചെയ്യുന്നതാണ് തൈസൈഡ് ലൈക്ക് ഡ്രഗ്സ് ലൈക്ക് ഡയൂററ്റിക് will inhibit Na+Cl- symbiote, and this spironolactone, aldosterone antagonist as well as sodium channel blockers will act at site 4 cortical collecting duct. Okay, now let's start with the first class of drug, that is high ceiling diuretic. They are inhibitors of Na+K+Cl- co-transporter which are present at the site 2 thick ascending loop of Henle. So examples are furosemide, bumetanide and toracimide. So the mechanism of action, they will inhibit the Na+K+Cl- co-transporter, and thereby it will decreases the reabsorption, thereby it will increases the excretion of Na+K+Cl-. Then minor component action on proximal tubule and also have weak carbonic anhydrase inhibitory action. Okay, so it will act at the thick ascending loop of Henle. Then it will inhibit Na+K+2Cl- co-transport. Now what are the adverse drug reactions of high ceiling diuretic like furosemide? These are ototoxic. That will cause vestibular damage. Ear imbalance ഒക്കെ ഉണ്ടാക്കും. ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഓട്ടോടോക്സിക് ആണ്. ഇയറിംഗ് ഡിഫിക്കൽട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഹൈപ്പോകലീമിയ, there will be a decreasing potassium in the blood. Hyponatremia, there will be a decreasing sodium in blood. Then hyperuricemia, there will be an increasing uric acid level in the blood. Then hypovolemic metabolic, bloodil വാട്ടറിൻ്റെ എമൗണ്ട് കുറയുന്ന സമയത്ത് hypometabolic alkalosis ഉണ്ടാവും. There will be an magnesium depletion. So these are the important ADR of furosemide. Now what are the uses of furosemide? It is primarily used for the treatment of edema irrespective of etiology of edema. We can use for cardiac edema, hepatic edema, renal. Preferred in this is a preferred first line drug in congestive heart failure, and it can be used in acute pulmonary edema. Also it can be used in cerebral edema, hypertension and hypercalcemia of malignancy. So these are the uses of furosemide. Now coming to the second class of drug, that is medium efficacy diuretics like thiazide and thiazide-like diuretic. They will inhibit Na+Cl- symbiote at site 3 distal convoluted tubule. ഇവിടെയാണ് ഈ ഡ്രഗ് ആക്ട് ചെയ്യുക. Na+Cl- symbioteലാണ് ആക്ട് ചെയ്യുക. Okay, so mechanism of action, they will inhibit Na+Cl- symbiote which is a transporter in the distal convoluted tubule. Thereby it will decreases the reabsorption, and thereby they will increases the excretion of water, sodium and chlorine. Now they also have some other action. They are the weak inhibitors of carbonic anhydrase and increased bicarbonate secretion also. Now what are the ADR? Hypokalemia, there will be an decreasing potassium level. Hyponatremia, there will be a decreasing sodium level. Then there will be an hyperuricemia. Long term effect is hypercalcemia, there will be an increasing calcium level when we are using for a long term. Then hyperglycemia, increased sodium exchange in cortical collecting duct.
then volume contraction induced aldosterone release will be there, elevated plasma lipid concentration. Now, what are the uses of thiazide and related diuretic? We can use it for the treatment of hypertension alone or in combination with other antihypertensive drugs. It can be used in chronic and mild heart failure. For edema, loop diuretic is preferred, though we can use thiazide and thiazide related diuretics. Nephrogenic diabetic insipidus for the increasing excretion of urine, then prevention of calcium excretion in osteoporosis as well as calcium nephrolithiasis. Now coming to weak or adjuvant diuretics. ഇത് മാത്രമായിട്ട് നമുക്ക് ഡയൂററ്റിക് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ അഡ്ജുവന്റ് ഡയൂററ്റിക്സ് എന്നാണ് പറയുക. ബാക്കിയുള്ള ഡയൂററ്റിക്സിന്റെ കൂടെ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് കാർബോണിക് അൺഹൈഡ്രേറ്റ്സ് ലൈക്ക് അസെറ്റസോളമൈഡ്. സൈറ്റ് ഓഫ് ആക്ഷൻ ഈസ് സൈറ്റ് 1 പ്രോക്സിമൽ ട്യൂബ്യൂൾ. പേര് പറയുന്ന പോലെ തന്നെ ആ ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗാണ്. അപ്പോൾ ഈ എൻസൈം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മളെ ബോഡിയിൽ ഈ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് കാർബോണിക് ആസിഡ് ഉണ്ടാവും. ആ ഒരു പ്രോസസ്സ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കാറ്റലൈസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും H+ തമ്മിൽ കമ്പൈൻ ചെയ്യും, കാർബോണിക് ആസിഡ് ഉണ്ടാവും. കാർബോണിക് ആസിഡ് അൺസ്റ്റേബിൾ ആണ്, അത് ഉടനെ തന്നെ ഡിസോസിയേറ്റ് ചെയ്യും. H+ ബൈകാർബണേറ്റും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടുന്ന് ഡിസോസിയേറ്റ് ചെയ്യുന്ന H+ ട്യൂബിലോട്ടും ട്യൂബിലുള്ള റീഅബ്സോർബ് ചെയ്തിട്ടുള്ള സോഡിയത്തിന് റീഅബ്സോർപ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സോഡിയത്തിനെ ഇങ്ങോട്ടും എടുത്തിട്ടാണ് ആ ഒരു ആൻറ്റിപോട്ട് അവിടെ വർക്കാവുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോണിക് അൺഹൈഡ്രേസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹൈഡ്രേഷൻ പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ കാർബോണിക് ആസിഡ് ഉണ്ടാവില്ല. കാർബോണിക് ആസിഡ് ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെ ഡിസോസിയേഷൻ നടക്കൂല. H+ അയോണിൻ്റെ ഡെഫിഷ്യൻസി വരും. ആ H+ അയോൺസിൻ്റെ ഡെഫിഷ്യൻസി വരുന്നത് കൊണ്ട് അവിടെ എക്സ്ചേഞ്ചിൽ H+ Na+ ആൻറ്റിപോട്ടിൻ്റെ എക്സ്ചേഞ്ച് നടക്കൂല. സ്വാഭാവികമായിട്ടും Na+ റീഅബ്സോർപ്ഷൻ നടക്കൂല. ഇവിടുന്ന് ഇങ്ങോട്ട് റീഅബ്സോർപ്ഷൻ നടക്കേണ്ട പ്രോസസ്സ് നടക്കാതെ ഈ ട്യൂബിലൂടെ കൂടുതലായിട്ട് അത് എക്സ്ക്രീഷൻ നടക്കും. ഓക്കെ, അതാണ് കാർബോണിക് അൺഹൈഡ്രേസിൻ്റെ mechanism of action എന്ന് പറയുന്നത്. that will inhibit the hydration of carbon dioxide to form carbonic acid. This carbonic acid will be spontaneously ionized to H+ and bicarbonate, and this H+ is transported in an exchange along with the sodium channel. So by inhibiting this enzyme, the availability of H+ ion will be decreased. So it will decreases the reabsorption of sodium. Thereby it will increases the excretion of sodium. അതാണ് ഇപ്പോൾ ഇവിടെയും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റീഅബ്സോർപ്ഷനെ തന്നെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്, ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഇവിടെ H+ ഇല്ലാത്തതിൻ്റെ പേരിലാണ് Na+ൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കാതിരുന്നത് എന്ന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നേരിട്ട് ആ ട്രാൻസ്പോർട്ടറിനെ പോയി ഇൻഹിബിറ്റ് ചെയ്യായിരുന്നു. ഇവിടെ ആ ട്രാൻസ്പോർട്ടർ വർക്ക് ചെയ്യാൻ വേണ്ട ഒരു അയോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു റിയാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്തു എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ അവിടെ അസെറ്റസോളമൈഡിൻ്റെ കേസിൽ ഡിഫറൻസ് ആയിട്ട് വരുന്നുള്ളൂ. ഇനി എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ? ഫസ്റ്റ് വൺ ഈസ് അസിഡോസിസ്. ദർ വിൽ ബി ആൻ ഇൻക്രീസ്ഡ് ബൈകാർബണേറ്റ് എക്സ്ക്രീഷൻ വിച്ച് വിൽ കോസ് മെറ്റബോളിക് അസിഡോസിസ്. ദെൻ hypokalemia, there will be a decreasing potassium level. Then nephrolithiasis, there will be a chance for a renal stone. Then rapid tolerance, CNS depressions, paresthesia, hypersensitivity reaction. These are the adverse effects of acetazolamide. Now coming to the uses, acetazolamide is used to treat chronic open angle glaucoma by decreasing intraocular tension by aqueous humor. Then for treatment of acute mountain sickness, then used in combination with other diuretics in resistant patients, and also to alkalinize the urine for urinary tract infection or to promote excretion of certain drug, and also for the treatment of epilepsy as an adjuvant in absent seizure. So these are the uses of carbonic anhydrase inhibitors. Now coming to the potassium sparing diuretics. ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡയൂററ്റിക്സിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഹൈപ്പോകലീമിയ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പൊട്ടാസ്യത്തിൻ്റെ ലെവൽ നമ്മളെ ബോഡിയിൽ ബ്ലഡിൽ കുറക്കുക എന്നുള്ളതായിരുന്നു.
അതില്ലാത്ത ഒരു ഡയൂററ്റിക് ആണ് പൊട്ടാസ്യം സ്പാരിങ് ഡയൂററ്റിക്. പൊട്ടാസ്യത്തിന്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഡിജോക്സിൻ പോലെയുള്ള ഡ്രഗിന്റെ ടോക്സിസിറ്റി ഉണ്ടായിട്ട് കാർഡിയാക് ഫെയിലിയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അരിത്മിയ പോലെയുള്ള കണ്ടീഷൻസുകളൊക്കെ വരും എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പൊട്ടാസ്യം സ്പെയർ ചെയ്യാനുള്ള ഡയൂററ്റിക്സ്, അതിന്റെ എക്സ്ക്രീഷൻ കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയൂററ്റിക്സുകളാണ് പൊട്ടാസ്യം സ്പാരിങ് ഡയൂററ്റിക്സ് എന്ന് പറയുന്നത്. It include aldosterone antagonists as well as renal epithelial sodium channel blockers. So first one is aldosterone antagonist like spironolactone. ഈ ആൾഡോസ്റ്റിറോൺ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹോർമോൺസിൽ ആന്റി ഡയൂററ്റിക് ഹോർമോൺ ആയിട്ടുള്ള. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ആന്റി ഡയൂററ്റിക് ആണ്. നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ, ഡയൂററ്റിക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ഉള്ള ഒരു സാധനമാണ് ആൾഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൾഡോസ്റ്റിറോണിനെ അൻറ്റഗോണൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡയൂറസിസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾഡോസ്റ്റിറോൺ നമ്മളെ ബോഡിയിൽ എന്താണ് ആക്ഷൻ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം നോക്കാം. ആൾഡോസ്റ്റിറോൺ നമ്മളെ ബോഡിയിലുള്ള അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്റ്റൽ ട്യൂബ്യൂളിലും കളക്റ്റിംഗ് ഡക്റ്റും പെനട്രേറ്റ് ചെയ്തിട്ട് അതൊരു മിനറലോ കോർട്ടിക്കോയിഡ് റിസപ്റ്ററിൽ, MR റിസപ്റ്റർ എന്ന് പറയും, MR റിസപ്റ്ററിൽ അത് വന്ന് ബൈൻഡ് ചെയ്യും. ഓക്കെ, അത് വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് അതുണ്ടാക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ റിലീസ് ആൻ ആൾഡോസ്റ്റിറോൺ ഇൻഡ്യൂസ്ഡ് പ്രോട്ടീൻ, AIP എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അത് റിലീസ് ചെയ്യും. സോ ദിസ് AIP ഹാവ് ആൻ ആക്ഷൻ ഓഫ് റീഅബ്സോർപ്ഷൻ. നമ്മളെ ബോഡിയിലോട്ട് സോഡിയം റീഅബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു സാധനമാണ് ഈ AIP എന്ന് പറയുന്ന ആൾഡോസ്റ്റിറോൺ ഇൻഡ്യൂസ്ഡ് പ്രോട്ടീൻ എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോഡിയം റീഅബ്സോർപ്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് ആൾഡോസ്റ്റിറോണിന്റെ ആക്ഷൻ ആണ്. അപ്പോൾ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡ്രഗാണ് സ്പൈറനോലാക്ടോൺ എന്ന് പറയുന്നത്. സോ സ്പൈറനോലാക്ടോൺ വിൽ ആക്ട് ഫ്രം ദ interstitial side of tubular cell by combining with the MR cell. Thereby it will inhibit the formation of AIP. So it will inhibit the sodium reabsorption and it will decreases the potassium secretion also. So that is the mechanism of action. ഇവിടെയാണ് സൈറ്റ് 4ലാണ് അതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ വാട്ട് ആർ ദ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ? ഡ്രോസിനസ്, അറ്റാക്സിയ, മെന്റൽ കൺഫ്യൂഷൻ, എപ്പിഗാസ്ട്രിക് ഡിസ്ട്രസ് ആൻഡ് ലൂസ് മോഷൻ. ആൻഡ് ഇറ്റ് വിൽ ആൾസോ പ്രൊഡ്യൂസ് ആൻ ഹോർമോണൽ സൈഡ് എഫക്ട്. ഇതൊരു ഹോർമോൺ ആണെന്ന് പറഞ്ഞു, ആൾഡോസ്റ്റിറോൺ, ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്ന മിനറലോ കോർട്ടിക്കോയിഡ്സ് ടൈപ്പിൽ വരുന്ന ഒരു അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അതിനെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ഹോർമോണൽ ലൈക്ക് സിൻഡ്രോം, ആന്റി ആൻഡ്രോജനിക് എഫക്ട്സ് ഉണ്ടാവും. ലൈക്ക് ഇറ്റ് മേ പ്രൊഡ്യൂസ് ഗൈനക്കോമാസ്റ്റിയ ആൻഡ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആൻഡ് ലോസ് ഓഫ് ലിബിഡെ ഇൻ മെൻ ആൻഡ് breast tenderness and menstrual irregularities in women. And also it will produce hyperkalemia. പൊട്ടാസ്യത്തിന്റെ എക്സ്ക്രീഷൻ കുറക്കുന്നത് കൊണ്ട് ബോഡിയിൽ ചിലപ്പോൾ പൊട്ടാസ്യത്തിന്റെ ലെവൽ കൂടാനുള്ള ചാൻസും കൂടിയുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഓഫ് സ്പൈറനോലാക്ടോൺ. Now what are the uses? It is used for the treatment of hypertension in combination with other antihypertensive, to increase the effect and to prevent the hypokalemia, and for the treatment of aldosteronism. Excess aldosterone secrete ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രോബ്ലത്തിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൈറനോലാക്ടോൺ യൂസ് ചെയ്യാം. Now another potassium sparing diuretic, which are the inhibitors of renal epithelial sodium channel like triamterene and amylotaride. So the mechanism of action, they will inhibit the sodium channel and thereby sodium reabsorption will be decreased and it will increases the excretion. And also it will reduces the potassium secretion. Potassium secrete ചെയ്യുക എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റേജിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി നടക്കുന്ന ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ കഴിഞ്ഞിട്ട് നടക്കുന്ന ആക്റ്റീവ് സെക്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെയും കൂടി അത് reduce ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് potassium retention will be there in the body. Now what are the important ADR? Triamterene may cause megaloblastic anemia in cirrhosis patient, and amyloid may increases the blood urea nitrogen, and it may produce glucose intolerance in diabetic mellitus. Last class of diuretic, that is osmotic diuretics. ഇതുവരെ പറഞ്ഞ ഡയൂററ്റിക്സുകളൊക്കെ ചെയ്തിരുന്ന ഒന്നൊക്കെ ഒരു റിസപ്റ്ററിനെ ബൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതൊന്നും ചെയ്യാത്തൊരു ഡയൂററ്റിക് ആണ് ഓസ്മോട്ടിക് ഡയൂററ്റിക് ലൈക്ക് മാനിറ്റോൾ എന്ന് പറയുന്നത്. ദേ ഡു നോട്ട് ഇന്ററാക്ട് വിത്ത് റിസപ്റ്റർ ഓർ ഇറ്റ് ഡു നോട്ട് ഡയറക്ട്ലി ബ്ലോക്ക് ഇൻ റീനൽ ട്രാൻസ്പോർട്ട്. And the diuretic activity depend on the development of osmotic pressure. So this mannitol will increases the osmotic pressure specifically in the proximal tubule and descending loop of Henle.
Thereby, it will prevent the passive reabsorption of water and sodium. Thereby, it will increases the H2O as well as Na excretion. So that is the mechanism of action of diuretic, osmotic diuretic like mannitol. Now coming to the adverse drug reaction, increased intracellular fluid volume, cardiac failure, pulmonary edema. It will leads to water excretion and it may leads to hypovolemia and as well as hyponatremia, hyperkalemia secondary to diabetes or impaired renal function, headache, nausea and vomiting are the important ADR of osmotic diuretics. Now these are used to lower the intracranial pressure in case of head injury, to lower the intraocular tension for the treatment of acute glaucoma as well as acute congestive glaucoma, and this is the drug of choice for non-toxic, freely filtered, non-reabsorbable metabolized substances, and these are administered prophylactically for acute renal failure secondary to trauma and cardiovascular diseases and surgery and nephrotoxic drugs. So these are the uses of osmotic diuretics. So that is all about the diuretics. ഇത് സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു ഡ്രഗിന്റെ പേരെടുത്തിട്ട് ഷോർട്ട് നോട്ട് ചോദിച്ചിട്ടുണ്ട്. ഫുറോസമൈഡ് സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു ഫോർ വാച്ചിങ്.